സാറ് ഇപ്പം കറി വെക്കണം. ചീരക ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇത് ഇന്നത്തെ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ 5 മണി ആണ് കേട്ടോ സമയം. 5 മണിക്ക് എഴുന്നേറ്റു. 5:30 ആയപ്പോൾ കുളിച്ചു. അത് കഴിഞ്ഞിട്ട് ദോശയും ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്ര നേരത്തെ എന്തിനാണ് എഴുന്നേറ്റെന്ന് വെച്ചാൽ ഇന്ന് അമ്മ കോഴിക്കോട് മേൽപ്പഴനി ആ ക്ഷേത്രം കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഒരു 6:30 ആകുമ്പോൾ അമ്മ പോവും. അപ്പോൾ അതിൻ്റെ മുൻപ് അമ്മയ്ക്ക് ചായയും ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം എണീറ്റ് കുളിച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ചായയും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് എഴുതിയിട്ട് വേഗം കുളിച്ചതാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 5:30 5:45 സമയമാണ് കേട്ടോ. ഇരുട്ട് തന്നെയാണ്, വെളിച്ചായി വരുന്നേ ഉള്ളൂ. കിളികളെ കുഞ്ഞു കുഞ്ഞു സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കോഴി കൂവുന്നുണ്ട്. കാക്കകളെ കരയുന്ന സൗണ്ടൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചായയൊക്കെ വേഗം ഉണ്ടാക്കി. ചായക്ക് വെള്ളം തിളപ്പിച്ച് വെച്ചതാണ്. ഇനി ആവശ്യം ഉണ്ടാകുമ്പോൾ പൊടി ഇട്ടാൽ മതിയല്ലോ. പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചട്ടണിക്ക് നാളികേരം, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് വെള്ള ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പച്ചമുളകൊക്കെ അരച്ച് ചേർത്ത ചട്ടണി. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി, ചട്ടണി ഉണ്ടാക്കി. അപ്പോഴേക്കും അമ്മ കുളിച്ച് റെഡിയായി. ചായയൊക്കെ കഴിഞ്ഞു. 6:30 6:45 അമ്മ പോയി കേട്ടോ. അമ്മേൻ്റെ ഫ്രണ്ട്സ് ഒരുപാടുണ്ട്. പിന്നെ അടുത്തുള്ള ചേച്ചിമാരെല്ലാവരും ഉണ്ട്. ഒരു വണ്ടി ആൾക്കാരാണ്, ഒരു ബസ് ആൾക്കാരാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കോഴിക്കോട് ഒരു പഴനി ക്ഷേത്രം ഉണ്ടല്ലേ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ. കോഴിക്കോട് മയിലാടുംകുന്ന് മേൽപ്പഴനി ക്ഷേത്രം. അങ്ങനെ അമ്മ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു. പിന്നെ പ്രസാദേട്ടൻ ഇന്ന് ലീവാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ജോലിക്ക് പോയി. പ്രസാദേട്ടൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വളയത്ത് പോവാണ്. അത് കഴിഞ്ഞിട്ട് നാദാപുരത്ത് പോകണം. പ്രസാദേട്ടന് ഭയങ്കര തിരക്കാണ്. പിന്നെ ഞാൻ നേരെ അടുക്കളയിലെത്തി. പിന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റതുകൊണ്ടേ അലക്കലും കഴുകലും തുടക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചോറും കറിയും വെക്കാനാണ്. അപ്പോൾ ചോറും കറിയൊക്കെ കുറച്ച് നേരം വൈകിട്ട് വെക്കാമെന്ന് കരുതി. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വെക്കാമെന്നാട്ടോ കരുതിയത്. വൈകുന്നേരത്തേക്കും കണ്ട് വെക്കാമെന്ന്. അപ്പോൾ പ്രസാദേട്ടൻ മീൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ കയ്പ്പ കറി വെക്കാൻ, പിന്നെ ചീര ഉപ്പേരി വെക്കാൻ. അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം കയ്പ്പങ്ങ പുളിങ്കറിയാണ്. പിന്നെ ചീര ഉപ്പേരി വെക്കണം. മത്തി വറ്റിച്ച് വെക്കും വേണം. പിന്നെ അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് പപ്പടം ഉണ്ട് കേട്ടോ. അപ്പോൾ ചോറടുപ്പത്തായി. ഇനി പാവയ്ക്ക പുളിങ്കറി വെക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഞാനിവിടെ വന്നിട്ടാണ് ഈ കയ്പ്പങ്ങ ഇങ്ങനെ കറി വെച്ച് കൂട്ടിയത്. അധികവും മാങ്ങ ഇട്ടാണ് കറി വയ്ക്കുക. അല്ലെങ്കിൽ മാങ്ങ അല്ലെങ്കിൽ മോര്. പുളി ഇത് രണ്ടും ഇല്ലെങ്കിലേ പുളി ഇട്ട് വയ്ക്കുള്ളൂ. അപ്പോൾ മാങ്ങയല്ല മോരുമില്ല. അപ്പോൾ ഞാനിന്ന് പുളി ഇട്ടിട്ടുള്ള പുളിങ്കറിയാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പാവയ്ക്ക കുനുകുനെ അരിഞ്ഞത്, പാകത്തിന് വെള്ളം, അതും കൂട്ടി അടുപ്പത്ത് വയ്ക്കുക, വേവിക്കുക. എന്നിട്ട് പുളി പിഴിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നാളികേരം നന്നായിട്ട് അരച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. കടുകിട്ട് വറുത്തിടുക. ഇതാണ് പാവയ്ക്ക പുളിങ്കറി. നമ്മൾ മോര് വെച്ചിട്ട് മാങ്ങ ഇട്ടിട്ടൊക്കെ ഇങ്ങനെ തന്നെ കേട്ടോ വയ്ക്കുക. അങ്ങനെ പാവയ്ക്ക കരിഞ്ഞ് റെഡിയാക്കി ഞാൻ കുക്കറിലാട്ടോ വേവിക്കുന്നത്. സാധാരണ 2 വിസിൽ മതി. ഞാനൊരു 4 വിസിലാണ് ഉദ്ദേശിക്കുന്നത്. വേഗം വേവട്ടേന്ന് കരുതിയിട്ട് നന്നായിട്ട് വെന്തുടഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ പൊടികളെല്ലാം ഇട്ടിട്ട് കുക്കറിലിട്ട് വേവിക്കുകയാണ് കേട്ടോ. നാളികേരം ഞാൻ രാവിലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ട്. കറണ്ടെങ്ങാനും പോയാലോ എന്ന് വിചാരിച്ചിട്ട് നാളികേരമൊക്കെ നേരത്തെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നാളികേരം നല്ല വെണ്ണ പോലെ അരയണം. നല്ല അരഞ്ഞാലേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ പൊടികളെല്ലാം ഇട്ടു. പാകത്തിന് വെള്ളം ഒഴിച്ചു. അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. മീനൊക്കെ പിന്നെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിലൊക്കെ പാചകം ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. കുക്കറിൻ്റെ വാഷറൊക്കെ അടഞ്ഞിട്ടുണ്ടോ, എവിടെയെങ്കിലും അടഞ്ഞിട്ടുണ്ടോ, മുറുകിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടു. കാരണം കുക്കർ വേഗം പൊട്ടിത്തെറിക്കും. കുക്കർ ഇപ്പോൾ ഇവിടെ അടുത്ത് പൊട്ടിത്തെറിച്ചത് കൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പാചകം ചെയ്യുള്ളൂ. എനിക്കാണെങ്കിൽ കറണ്ട്, ഗ്യാസ്, കുക്കർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് പേടിയാണ്. പിന്നെ കറി ആയാലും ഉപ്പേരി ആയാലും ചോറ് ഇപ്പോഴൊന്നും വേവില്ല കേട്ടോ. നല്ല വേവില്ല, നല്ല കുറുവ അരിയാണ് കേട്ടോ. അത് വേവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ജഗ്ഗിലൊക്കെ ചൂടുവെള്ളം റെഡിയാണ്. എപ്പോഴും ഇവിടെ എല്ലാവർക്കും ചൂടുള്ള വെള്ളം വേണം. അങ്ങനെ ചോറ് ഇതുവരെ വെന്തിട്ടില്ല. കുക്കർ അപ്പോഴേക്കും കൂക്കി റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ചീര നന്നാക്കി റെഡിയാക്കി വെക്കട്ടെ. തോരൻ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീര. ഇലക്കറികളിൽ ഏറ്റവും ഇഷ്ടമാണ് ചീര, മുരിങ്ങയില, ഇലക്കറികളെല്ലാം ഇഷ്ടമാണ്. ഇതെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ
ഒരു 11:30 മണിയൊക്കെ ആകുമ്പോൾ ചായ കുടിക്കുകയാണ് കേട്ടോ. ചായക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതാ ബന്നാണ് കേട്ടോ. വെളുത്ത എള്ളൊക്കെ പുറത്ത് ഇങ്ങനെ തൂവിയിട്ടുള്ള ബന്ന്. നമ്മൾ സാധാരണ പനിയൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ ബന്ന് കഴിക്കുക. ഇതിപ്പോൾ പ്രസാദേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. കണ്ടോ, വെളുത്ത എള്ളിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പതിച്ച് വെച്ചത്. ഇങ്ങനെ ബന്ന് കാണുമ്പോൾ അമ്മേനെ ഓർമ്മ വരും. അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ബന്ന് കാപ്പി അത് തന്നെയാണ് കഴിച്ചിരുന്നത്. ഒന്ന് ലെവലായി വരുന്നത് വരെ ബന്ന് തന്നെയായിരുന്നു കേട്ടോ അമ്മേൻ്റെ ഭക്ഷണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബന്ന് ചായയിൽ ഇങ്ങനെ മുക്കി കഴിക്കാൻ. പക്ഷേ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ദേഷ്യമാവും. കാരണം ആ സമയത്ത് ഇത് മാത്രമല്ലേ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ ചെറിയ അരീൻ്റെ കഞ്ഞി. അപ്പോൾ അത് ഭയങ്കര ദേഷ്യമാവും. ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിതിൻ്റെ എള്ളൊക്കെ ഇങ്ങനെ പെറുക്കി തിന്നിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാധാരണ ഈ നേരത്ത് ഞാൻ ചായ കുടിക്കാറില്ല. ബന്ന് കണ്ടപ്പോൾ അങ്ങനെ കഴിച്ച് നോക്കിയതാണ്. ബന്നും ബ്രെഡൊക്കെ ഇങ്ങനെ നല്ല പാലിൽ ഇങ്ങനെ മുക്കി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അങ്ങനെയും കഴിച്ചിട്ടുണ്ട്, നല്ല പാലിൽ. പണ്ട് ഞങ്ങൾക്ക് പശുക്കളുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് പാലിനൊരു ക്ഷാമം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ പാൽ ചായ, ഇപ്പോൾ കട്ടൻ ചായയാണ് കേട്ടോ. അങ്ങനെ ഇതാ കുക്കർ ഒരു 4 വിസിലൊക്കെ കൂയി ഇതാണ് കയ്പയൊക്കെ വന്നു. ഞാനൊന്ന് ഉടച്ചെടുക്കട്ടെ. ഇനി അതിലേക്ക് ഇതാ പുളി ഒഴിക്കുകയാണ്. പുളി ഒഴിച്ച് തിളപ്പിച്ചിട്ട് നാളികേരം അരച്ചത് കൂടി ഒഴിച്ച് തിളപ്പിച്ചിട്ട് കടുക് വറക്കും. അപ്പോൾ ഇതാ പുളിയൊക്കെ ഒഴിച്ച് ഇതാ വീണ്ടും അടുപ്പത്ത് തന്നെ വയ്ക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വെന്ത് ഞാൻ വാർത്ത് വെച്ചു. ഇതാ മൺചട്ടി അടുപ്പത്ത് വെച്ചു. മീൻ വറ്റിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ രീതിയിലാട്ടോ വറ്റിച്ചെടുക്കുന്നത്. സാധാരണ ഇവിടെ മീനിലേക്ക് എല്ലാ മസാല ഇട്ട് അങ്ങനെ അടുപ്പത്താണ് വെക്കാറ്. പക്ഷെ ഞാൻ ചെയ്യുന്നത് എൻ്റെ രീതിയിൽ. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, പിന്നെ തക്കാളി ഉള്ളി എല്ലാം കൂടെ, പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം കൂടി വഴറ്റിയെടുത്ത് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് മീനിട്ട് കൊടുക്കും. മീനെല്ലാം വെന്തതിന് ശേഷം വാങ്ങി വെച്ചിട്ട് അതിലേക്ക് പച്ച കറിവേപ്പില ഇട്ട് കൊടുക്കും. പിന്നെ ഇത്തിരി പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കും. എൻ്റെ രീതിയിലുള്ള മീൻകറി അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ മീൻകറി ഇതാ റെഡിയായി കേട്ടോ. മത്തിയല്ലേ, നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വറ്റിച്ചെടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇനി എൻ്റെ കൈപ്പങ്ങ കറി എനിക്ക് വറുത്തിടാനാണ് കേട്ടോ. ഇതാ മീനിലേക്ക് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അടച്ച് വെച്ചു. ഇത് പിന്നെ ഇങ്ങനെ മൂടിയൊക്കെ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കിയാൽ അതിൻ്റെ ഒരു മണം, എന്താ അതിൻ്റെ ഒരു മണം എന്നറിയോ, കൊതിപ്പിക്കുന്നൊരു ഗന്ധം. അങ്ങനെ മീൻകറിയൊക്കെ റെഡിയായി. ഇതാ കൈപ്പങ്ങ പുളിങ്കറി ഞാൻ വറുത്തിട്ടു കേട്ടോ. അപ്പോൾ അതാ അതിൻ്റെ കൈപ്പങ്ങ പുളിങ്കറി റെഡിയായി. പുളി ഒഴിച്ച് വെച്ച് നാളികേരം അരച്ച് വെച്ച കൈപ്പങ്ങ പുളിങ്കറി. അങ്ങനെ ഉച്ചഭക്ഷണം ഇതാ റെഡിയായി. ചോറ് ഇതാ, കൈപ്പങ്ങ പുളിങ്കറി, പിന്നെ പുളിയിട്ട് വെച്ച നല്ല മത്തിക്കറി, പിന്നെ ചീരത്തോരൻ, പിന്നെ സ്പെഷ്യലായിട്ട് പപ്പടം ഉണ്ട് കേട്ടോ. പപ്പടം ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ അടുക്കള ജോലിയൊക്കെ ഒതുക്കി ഇടയ്ക്കിടയ്ക്ക് ഇതാ വൃത്തിയാക്കി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. ഞാൻ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇപ്പം അടുക്കള ജോലി എടുത്തതിന് ക്ഷീണം മാറാനുള്ളൊരു അടിപൊളി ഒരു മരുന്നുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഓറഞ്ചല്ലേ, അന്ന് പഠിച്ചിരുന്നത് ഇത് ചെറിയ ഓറഞ്ച് തന്നെ. പഠിച്ചിരുന്ന സമയത്ത് ചെറിയ ഓറഞ്ച് ഇത്ര വലുപ്പമുണ്ടാവില്ല. അപ്പോൾ ഈ ഓറഞ്ച് വെച്ചിട്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കാം. അപ്പോൾ ആ സാധനത്തിൽ വേണ്ടതാ ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മുളക് പൊടി. ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്ന സംഭവം കഴിച്ചിരുന്ന സാധനമാണ് കേട്ടോ ഇത്. ഇതിനൊരു പണിയുണ്ട്. ടടേ, ഓ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ വയറ് വണം വരുന്നുണ്ട്. ഇതിങ്ങനെ കുത്തിയിട്ട് ആയി വാ, ഓ സാറ് പൊളിക്കും. അപ്പോൾ ഇതാണ് അടുക്കള ജോലി കഴിഞ്ഞിട്ടുള്ള ക്ഷീണത്തിൽ തിന്നുന്ന സാധനം. എരിവും പുളിയും, സോഡിയം കുടിക്കുള്ളൂ.
സാറ് അപ്പോൾ ക്ഷീണം മാറാൻ കഴിച്ച സാധനം കണ്ടില്ലേ, പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നന്ന് പിന്നെ വാങ്ങിയിരുന്ന സാധനമാണ് കേട്ടോ. അത് ചെറിയ ഓറഞ്ചാണ് അന്ന് കിട്ടുക. എന്നിട്ട് ഇങ്ങനെ മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കുത്തിയിട്ട് ഇങ്ങനെ തിന്നും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിങ്ങനെ ഓർത്തേണ്ട അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോറുണ്ണാൻ നിൽക്കുകയാണ് കേട്ടോ. ചോറുണ്ണാൻ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ. അച്ഛനും ഞാനും മാത്രമേ ഉള്ളൂ. അച്ഛന് ചോറ് കൊടുത്തു. അച്ഛൻ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനും ചോറുണ്ണുന്നത്. ഒറ്റയ്ക്ക് ഇങ്ങനെ ചോറുണ്ണുമ്പോൾ എന്തോ ഒരു സങ്കടമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ ആരെങ്കിലുമൊക്കെ വേണമല്ലേ. അപ്പോൾ വല്ലാത്തൊരു ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ഒരു സങ്കടമാണ്. യാത്ര ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അതിനോട് താല്പര്യമുള്ള ഒരാൾ കൂടെ വേണം. അപ്പോഴാണ് അതൊരു രസം ഉണ്ടാവും. അപ്പോൾ ചോറൊക്കെ ഞാൻ വിളമ്പി ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്